ഇന്ത്യയുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കും M777 അൾട്രാലൈറ്റ് ഹോവിറ്റ്സറുകൾക്കും ആവശ്യമായ സാങ്കേതിക സഹായങ്ങളും അനുബന്ധ ഉപകരണങ്ങളും നൽകാനുള്ള തീരുമാനത്തിന് അമേരിക്കയുടെ ഔദ്യോഗിക അംഗീകാരം. ഏകദേശം 482.2 ദശലക്ഷം US$ന്റെ ഇടപാടിനാണ് അമേരിക്കൻ ഭരണകൂടം പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ വിദേശ സൈനിക വിൽപ്പന പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഡിഫൻസ് സെക്യൂരിറ്റി കോ-ഓപ്പറേഷൻ ഏജൻസിയാണ് ജൂൺ 17 ഫെഡറൽ രജിസ്റ്ററിലൂടെ ഈ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. ഇതിനു മുന്നോടിയായി അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കും M777 അൾട്രാലൈറ്റ് ഹോവിറ്റ്സറുകൾക്കും ആവശ്യമായ സേവനങ്ങൾ ഇന്ത്യക്ക് നൽകാനുള്ള സാധ്യതകളെക്കുറിച്ച് മെയ് 18 തന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് US കോൺഗ്രസിനെ അറിയിച്ചിരുന്നു. പർവ്വത പ്രദേശങ്ങളിലെ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്നതിനാണ് അമേരിക്കയിൽ നിന്ന് വിദേശ സൈനിക വിൽപ്പന കരാർ വഴി M777 അൾട്രാലൈറ്റ് ഹോവിറ്റ്സറുകൾ ഇന്ത്യ സ്വന്തമാക്കിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പോർ വിമാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന AH-64E അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാണ്. കൃത്യതയാർന്ന ആക്രമണങ്ങൾക്കും യുദ്ധമുഖത്ത് സൈനികർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിനും ഈ ഹെലികോപ്റ്ററുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നിലവിൽ അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ ഈ ആയുധങ്ങൾ ഇന്ത്യക്ക് വലിയ കരുത്താണ് നൽകുന്നത്. പുതിയ വിജ്ഞാപനം അനുസരിച്ച് M777 അൾട്രാലൈറ്റ് ഹോവിറ്റ്സറുകൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സാങ്കേതിക പിന്തുണയാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനുബന്ധ ഉപകരണങ്ങൾ, സ്പെയിൻ പാർട്സുകൾ, അറ്റകുറ്റപ്പണികൾ, പരിശീലനം, സാങ്കേതിക സഹായം, ലോജിസ്റ്റിക്സ് പിന്തുണ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനായി ഏകദേശം 230 ദശലക്ഷം US$ആണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വിജ്ഞാപനത്തിൽ AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്ക് ആവശ്യമായ എഞ്ചിനീയറിംഗ്, സാങ്കേതിക, ലോജിസ്റ്റിക്സ് പിന്തുണകളും ഇന്ത്യ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും മറ്റ് അനുബന്ധ സേവനങ്ങളും ഉൾപ്പെടുന്ന ഈ പാക്കേജിന് 198.2 ദശലക്ഷം US$ആണ് കണക്കാക്കുന്നത്. അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ സേവനങ്ങൾക്കായി ബോയിംഗ് കമ്പനിയും ലോക്ഹീഡ് മാർട്ടിനുമാണ് പ്രധാന കരാറുകാരായി പ്രവർത്തിക്കുക. അതേസമയം M777 ഹോവിറ്റ്സറുകളുടെ പിന്തുണയ്ക്കായി UKയിലെ കുംബ്രിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BAE സിസ്റ്റമാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഹെലികോപ്റ്ററുകൾക്കും ഹോവിറ്റ്സറുകൾക്കും നൽകുന്ന ഈ പിന്തുണ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് വിലയിരുത്തുന്നു. ഇൻഡോ പസഫിക്, ദക്ഷിണേഷ്യൻ മേഖലകളിൽ രാഷ്ട്രീയ സ്ഥിരതയും സമാധാനവും സാമ്പത്തിക പുരോഗതിയും ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇന്ത്യയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാകും. നിലവിലെയും ഭാവിയിലെയും ഭീഷണികളെ നേരിടാനും രാജ്യരക്ഷ കൂടുതൽ ശക്തമാക്കാനും ഈ നീക്കം ഇന്ത്യക്ക് കരുത്തു പകരും. പുതിയ സേവനങ്ങളും ഉപകരണങ്ങളും ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമാകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും ഈ ഇടപാട് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ബാധിക്കില്ലെന്നും അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഫെബ്രുവരിയിൽ ധാരണയായ ഇടക്കാല വ്യാപാര കരാർ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ ഇന്ത്യയിലെത്തും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. US-ഇന്ത്യ ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള ചരിത്രപരമായ സംയുക്ത പ്രസ്താവനയെക്കുറിച്ചും ഇടക്കാല കരാറിനെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് ജാമിസൺ ഗ്രീർ ഈ ആഴ്ച ന്യൂഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നതെന്ന് US ട്രേഡ് റെപ്രസെന്റേറ്റീവിന്റെ ഓഫീസ് ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.